ജൂതവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിൽ റാപ്പർ കാനി വെസ്റ്റിനെ യുകെയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് സർക്കാർ വിലക്കി. ലണ്ടൻ ഫെസ്റ്റിവലിൽ നിന്നുള്ള സ്പോൺസർഷിപ്പുകൾ നിരവധി ബ്രാൻഡുകൾ പിൻവലിച്ചു. ജൂതവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിൽ ജൂലൈയിൽ നടക്കാനിരിക്കുന്ന വയർലെസ് ഫെസ്റ്റിവലിൽ റാപ്പർ കാനി വെസ്റ്റ് പങ്കെടുക്കുന്നതിന് വിലക്ക്. യുകെയിൽ പ്രവേശിക്കുന്നതടക്കം സർക്കാർ വിലക്കിയിരിക്കുകയാണ്. ലണ്ടൻ ഫെസ്റ്റിവലിൽ നിന്നുള്ള സ്പോൺസർഷിപ്പുകൾ നിരവധി ബ്രാൻഡുകൾ പിൻവലിച്ചതിനെ തുടർന്നാണ് നീക്കം. റാപ്പറുടെ വിസ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സംഘാടകർ രംഗത്തെത്തിയത്. 2021 എന്ന പേര് മാറ്റിയ അമേരിക്കൻ റാപ്പറിന് സമാനമായ കാരണങ്ങളാൽ ഓസ്ട്രേലിയയിലേക്ക് പ്രവേശനം നിഷേധിച്ചതിന് മാസങ്ങൾക്ക് ശേഷമാണ് ഏറ്റവും പുതിയ തിരിച്ചടിയുണ്ടായത്. കഴിഞ്ഞ മെയ് മാസത്തിൽ ഹെയിൽ ഹിറ്റ്ലർ എന്ന ഗാനം പുറത്തിറക്കിയതിനു ശേഷമാണ് കാനി വെസ്റ്റിനെതിരെ വിമർശനങ്ങൾ ഉയർന്നത്. നാസി അനുകൂല പരാമർശങ്ങൾ നടത്തിയതിന് ആഗോളതലത്തിൽ പ്രതിഷേധമുയർന്നിരുന്നു. അതേസമയം റാപ്പർ ഇന്ത്യയിൽ പങ്കെടുക്കുന്ന സംഗീത പരിപാടി മാറ്റിവെച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനമെന്നാണ് സംഘാടകർ അറിയിച്ചത്. മാർച്ച് 29 നിശ്ചയിച്ചിരുന്ന പരിപാടി മെയ് 23 നിലവിൽ മാറ്റിയിരിക്കുന്നത്. ഷോയ്ക്ക് ടിക്കറ്റ് എടുത്തവർ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. 24 ഗ്രാമി അവാർഡുകൾ നേടിയ റാപ്പറാണ് കാനി വെസ്റ്റ്. 2003 ത്രൂ ദി വയർ എന്ന ഗാനത്തിലൂടെയാണ് ആഗോള ശ്രദ്ധ നേടിയത്. സ്ട്രോങ്ങർ, ഗോൾഡ് ഡിഗർ, ബൗണ്ട് ടു തുടങ്ങിയ ഒട്ടനവധി ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.